തൃണമൂൽ എംപിമാർ തമ്മിലുള്ള ചേരിപ്പോര് പുറത്തേക്ക് എംപിമാരുടെ വാട്സാപ്പ് ചാറ്റും പരസ്പരം തർക്കിക്കുന്ന വീഡിയോയും ബിജെപിയാണ് പുറത്തുവിട്ടത്. ദൃശ്യങ്ങൾ ആദ്യം. मीडिया हमें तो चाहे मीडिया हो, ग्रुपिंग में जब होगा तब हम भी कुछ करेंगे. देखता है करिए but I will not allow to do any illegal work. We are not coming for any private agency here. चलो, अरे क्या तुम नहीं हम अंदर नहीं आए तुम क्या समझ रहे हो मुझको? तुम क्या समझ रहे हो मुझको? हम कोटा में नहीं आए हैं भाई. പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, തൃണമൂൽ കോൺഗ്രസിനെ തിരിച്ചടിയാകുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിവെക്കുന്ന രീതിയിലേക്ക് ഉള്ള എന്ത് സംഭാഷണങ്ങൾ എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? ഇതിൽ ആരൊക്കെയാണ് ഇതിൽ സാന്നിധ്യമാകുന്നത്, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? എന്താണ് വിവരങ്ങൾ ബസന്ത്? ഇന്നത്തെ വീഡിയോ ആണിത്. ഏപ്രിൽ 4-ന് തൃണമൂൽ അംഗങ്ങൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോയ ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് BJP വക്താവ് അമിത് മാളവ്യ പങ്കുവച്ച ഒരു വീഡിയോ ആണ്. ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷനോ തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്താൻ തയ്യാറായില്ല. ഇന്നാണ് ഇത് സംബന്ധിച്ച വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നത്. കല്യാൺ ബാനർജി, തൃണമൂൽ കോൺഗ്രസിന്റെ സഭാ നേതാവ് കൂടിയായ കല്യാൺ ബാനർജിയും കീർത്തി ആസാദും തമ്മിലാണ് ഈ തർക്കം നടക്കുന്നത്. നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് എംപിമാരെല്ലാവരും നിവേദനം ഒപ്പിടണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ നിവേദനം ഒറ്റയ്ക്ക് ഒരു MP നേരെ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് നേരിട്ട് പോയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി ഇടപെടുകയും രണ്ടുപേരോടും പ്രശ്നങ്ങളില്ലാതെ പോണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കല്യാൺ ബാനർജി ഇടയ്ക്കിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് തൃണമൂൽ എംപിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ചാറ്റും പുറത്തായിട്ടുണ്ട്. അതിൽ കല്യാൺ ബാനർജി ഒരു ഇന്റർനാഷണൽ ലേഡിയെ കുറിച്ച് പറയുന്നുണ്ട്. അതാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഈ ലേഡിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ വനിതയെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി അവരെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പുറത്തുവിടുകയും ചെയ്ത ആളിനെ ഞാൻ ഇപ്പോൾ അനുമോദിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ ഒരു വനിതാ MP കുറിച്ചാണ് എന്നുള്ള ഒരു പരാമർശവും ഇപ്പോൾ വരുന്നുണ്ട്. കല്യാൺ ബാനർജിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ കീർത്തി ആസാദ് നടത്തിയെന്നും കീർത്തി ആസാദ് ഇതിനെ നിഷേധിക്കുന്നതുമൊക്കെ ആ വാട്സപ്പ് ചാറ്റിൽ കാണാവുന്നതാണ്. ശരി, വി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. തൃണമൂൽ കോൺഗ്രസിലെ ചേരിപ്പോര് അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കല്യാൺ ബാനർജി, കീർത്തി ആസാദ് ഇവർ തമ്മിലുള്ള പോരിൻ്റെയൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് BJP പുറത്തേക്ക് വിട്ടിരിക്കുന്നത്.